नमस्ते मेरे बच्चों, आज मैं नंदना जी आपकी हिंदी मिस हूँ। हम देखते हैं हिंदी के बारे में। SSLC ഹിന്ദി പരീക്ഷയ്ക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവർ ആയിട്ട് കാണാൻ വരുന്ന ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കവിത കാ ആശയ്. SSLC ഹിന്ദി മാത്രമല്ല, ഓണ പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, മോഡൽ എക്സാം എല്ലാത്തിലും നമുക്ക് 4 മാർക്കിന് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ആ 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിയെടുക്കാം? ഈ ഒരു സിമ്പിൾ ഫോർമാറ്റ് മാത്രം പഠിച്ചാൽ മതി. കവിത കാ ആശയ്, കവിതയുടെ ഹെഡിങ് നിങ്ങൾ എഴുതി കൊടുക്കണം. ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് ഏത് കവിതയാണോ നിങ്ങളോട് ചോദിക്കുന്നത് അതിന്റെ ഹെഡിങ് ആണ്. ഇനി നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് 3 പാരഗ്രാഫിലാണ് നമ്മൾ എഴുതുന്നത്. इंट्रोडक्शन पैराग्राफ നോക്കുക. ഹിന്ദി സാഹിത്യക്ക് एक महत्वपूर्ण കവിത है. എഴുതിക്കൂടെ? സിമ്പിൾ അല്ലേ? ഹിന്ദി സാഹിത്യത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കവിതയാണ്. ഇവിടെ ഒരു സ്ഥലം വിട്ടിട്ടുണ്ട്. എന്തിനാ? കവിതയുടെ പേര് എഴുതാൻ. ഏത് കവിതയാണോ ചോദിച്ചേ കവിതയുടെ പേര് എഴുതി കൊടുക്കുക. ഇസ് കവിത, ഈ കവിത, ദാ വീണ്ടും സ്ഥലം വിട്ടു. എന്തിനാ? ആരാണ് കവിത എഴുതിയത്? ആ 2 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ് കവിതയുടെ പേര് മുഴുവനായിട്ടും, ആരാണ് ഈ കവിത എഴുതിയത്, അത് രണ്ടും മാത്രമാണ് പഠിക്കേണ്ടത്. നമ്മൾ കവിത എഴുതിയ ആളെ പേര് എഴുതി കൊടുത്തു. ദ്വാര ലിഖി ഗയി കവിത ഹേ, അദ്ദേഹം എഴുതിയ ഒരു കവിതയാണത്. ആജ് കെ സമാനെ മേ ബഹുത് ചർച്ചിത് ഓർ പ്രാസംഗിക കവിത ഹേ, ഇന്നത്തെ കാലത്ത് ഒരുപാട് ചർച്ച ചെയ്യുന്നതും പ്രാസംഗികം വാല്യൂ ഉള്ളതുമായിട്ടുള്ള ഒരു കവിതയാണ് കവിത കാ ആശയ് ഹേ. കവിതയുടെ ആശയം ഇതാണ്. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത പാരഗ്രാഫിലാണ് നമ്മൾ ആശയം എഴുതേണ്ടത്. പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ലേ എന്നുള്ളതല്ല കാര്യം. നിങ്ങൾ എന്ത് ചെയ്യുക? കവിതയിൽ കൊടുത്തിട്ടുള്ള വരികൾ നിങ്ങൾ വളരെ മനോഹരമായിട്ട് 2ാമത്തെ പാരഗ്രാഫിലേക്ക് എടുത്തെഴുതുക. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്ക് എഴുതി കൊടുക്കണം കവി കെഹത്തെ ഹേ, കവി പറയുന്നു, കവി കെഹത്താ ഹേ, കവി പറയാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ 2 പാരഗ്രാഫായി. ഇനി നമ്മൾ ഇത് കൺക്ലൂഡ് ചെയ്യാണ്. 3ാമത്തെ പാരഗ്രാഫിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ ഇത് കൺക്ലൂഡ് ചെയ്യും. നോക്കുക, കവിത ബഹുത് സുന്ദർ കവിത ഹേ, കവിത വളരെ മനോഹരമായ കവിതയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന്. ഇസ്ക ആശയ ബഹുത് അച്ഛി തരസെ സമജ് ഗയാ, ഞാൻ വായിച്ചപ്പോൾ ഈ കവിതയുടെ ആശയം എനിക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. സമജ് ഗയാ. ഓർ ഈ സരൾ ഭാഷ മേ ലിഖി ഗയി ഹേ, ഇത് സരളമായ ഭാഷയിൽ എഴുതിയ കവിതയാണ്. ആർക്ക് വായിച്ചാലും, ഇത് പൊട്ടന് വായിച്ചാലും മനസ്സിലാവും. അതാണ് ഈ കവിതയുടെ പ്രത്യേകത. ഇതുപോലെ നിങ്ങൾ ആശയം എഴുതുകയാണെങ്കിൽ 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിരിക്കും. 3 പാരഗ്രാഫ്, ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും നമ്മൾ പറഞ്ഞു തന്നു. സെന്ററിൽ നിങ്ങൾ ആശയം എഴുതുക.